ഗ്യാസ് ക്ഷാമം മൂലം കേരളത്തിലുള്ള ഹോട്ടൽ ഉടമകളും ബേക്കറി മാനുഫാക്ചറേഴ്സും വളരെ ബുദ്ധിമുട്ടിലാണ്. ഗ്യാസ് ഇല്ലാതെ പാചകം ചെയ്യാവുന്ന വ്യത്യസ്ത രീതികളുണ്ടെന്ന് പലർക്കും അറിയില്ല. അതിലൊന്നാണ് ഇൻഡക്ഷൻ കുക്കറിലുള്ള പാചകം. ഒരു ഹോട്ടലിലേക്ക് വേണ്ടിയുള്ള എല്ലാ വിഭവങ്ങളും ഇൻഡക്ഷൻ കുക്കറിൽ പാചകം ചെയ്യാൻ കഴിയും. അതുപോലെ ഒരു ബേക്കറിയിലേക്ക് വേണ്ടിയുള്ള എല്ലാ ഐറ്റംസും ഇൻഡക്ഷൻ കുക്കറിൽ ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് ഗ്യാസിനെ അപേക്ഷിച്ച് വളരെ ലാഭകരമാണ്. സ്റ്റാഫിൻ്റെ എണ്ണം കുറയ്ക്കാം. ചൂട് അടിക്കാത്തതുകൊണ്ട് ജോലിക്കാർക്ക് വളരെ ആരോഗ്യപ്രദമാണ്. ഗ്യാസിനെ അപേക്ഷിച്ച് പകുതി ചിലവേ വരികയുള്ളൂ. അതുകൊണ്ട് സാമ്പത്തികമായി വളരെ ലാഭകരവുമാണ്. വടക്കേ ഇന്ത്യയിലും അതുപോലെ വിദേശ രാജ്യങ്ങളിലും ഇൻഡക്ഷൻ കുക്കർ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിൽ ബൾക്ക് ഇൻഡക്ഷൻ കുക്കർ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ച് പാചകം ചെയ്യാവുന്ന ചില ഉപകരണങ്ങൾ ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നു. ഈ ചിത്രത്തിൽ കാണുന്നത് ബൾക്ക് ഇൻഡക്ഷൻ കുക്കറാണ്. ഇതിൽ 30 ലിറ്റർ 20 ലിറ്റർ ഒക്കെ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കുകയോ ഏത് സാധനങ്ങൾ വറുത്തെടുക്കുകയോ ഒക്കെ ചെയ്യാൻ കഴിയും. സാധാരണ അടുപ്പ് പോലെ തന്നെ പാചകം ചെയ്യാൻ കഴിയും. അതുപോലെ കറികൾ ഉണ്ടാക്കാനും ചോറുണ്ടാക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കാം. ഇതൊരു പൊറോട്ട കല്ലാണ്. ദോശ ഉണ്ടാക്കാം, പൊറോട്ട, ചപ്പാത്തി, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇത് സഹായിക്കുന്നു. ഇത് വ്യത്യസ്ത വലിപ്പത്തിൽ ലഭിക്കുന്നതാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഇൻഡക്ഷൻ കുക്കറാണ്. ജിലേബിയൊക്കെ ഉണ്ടാക്കുന്ന കടായിയാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ കടായി സഹായിക്കും. ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇഡ്ഡലി സ്റ്റീമർ ലഭ്യമാണ്. ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഇതിലൂടെ തയ്യാറാക്കിയെടുക്കാം. വളരെ കൂടുതൽ കറികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ബ്രെഡ് പാൻസ് സഹായിക്കും. ഫിംഗർ ചിപ്സും അതുപോലെയുള്ള സംബൂസ, കട്ട്ലറ്റ് തുടങ്ങിയവയൊക്കെ ഉണ്ടാക്കുന്നതിന് ഡീപ്പ് ഫാറ്റ് ഫ്രയർ സഹായിക്കും. ഇനി ചിപ്സ്, പൊട്ടറ്റോ, കപ്പ തുടങ്ങിയ റോസ്റ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ബാച്ച് ഫ്രയർ ലഭ്യമാണ്. 100 ലിറ്റർ മുതൽ 500 ലിറ്റർ വരെയുള്ള എണ്ണയിൽ പാചകം ചെയ്യാവുന്ന ഇൻഡക്ഷൻ കുക്കറുകൾ ലഭിക്കുന്നു. ഇനി ചിപ്സും മിച്ചറുകളൊക്കെ വലിയ രീതിയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നതിന്, ഒരു ഇൻഡസ്ട്രിയൽ രീതിയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് വേണ്ടി കണ്ടിന്യൂസ് ഫ്രയർ പ്രയോജനകരമാണ്. ഇനി ഇൻഡക്ഷൻ കുക്കറും അതുപോലെ തന്നെ ഫ്രൈയും കൂടെ ഒന്നിച്ച് നടത്തുന്നതിന് ടിൻസോൺ ഇൻഡക്ഷൻ കുക്കറുകളാണ് ഉപയോഗിക്കുന്നത്. ചൈനീസ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചൈനീസ് വോക്ക് ഉപയോഗിക്കാൻ കഴിയും. ഗ്രേവി, സോസ്, സബ്ജിയൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി കുക്ക് വോക്ക് സഹായിക്കും. ഇനി 30 കിലോ അല്ലെങ്കിൽ 50 കിലോ അരി ഒരു 200 പേർക്കോ 500 പേർക്കോ ഒക്കെ വേണ്ടി ചോറ് പാചകം ചെയ്യുന്നതിന് വേണ്ടി റൈസ് ബോയിലർ സഹായിക്കുന്നു. അതുപോലെ കൂടുതൽ ആൾക്ക് ഒരു 300-400 പേർക്ക് സാമ്പാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്റ്റോക്ക് പോട്ട് നല്ലതായിരിക്കും. 100 ലിറ്റർ അല്ലെങ്കിൽ 200 ലിറ്റർ പാലൊക്കെ തിളപ്പിക്കുന്നതിന് വേണ്ടി മിൽക്ക് ബോയിലർ ലഭ്യമാണ്. ചില സ്ഥലങ്ങളിൽ 200-300 പേർക്ക് വേണ്ടി ചായ തിളപ്പിക്കേണ്ടി വരും. അതിനുവേണ്ടി കോഫി ടീം ബോയിലറാണ് വളരെ പ്രയോജനം. സ്പൈസസ് ഒക്കെ റോസ്റ്റ് ചെയ്തെടുക്കുന്നതിന് ബാച്ച് റോസ്റ്ററുകൾ ലഭ്യമാണ്. അത് ഇൻഡസ്ട്രിയലിലും ഉപയോഗിക്കാൻ കഴിയും. കടല, കപ്പലണ്ടി തുടങ്ങിയവയൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാൻഡ് സാൾട്ട് റോസ്റ്റ് എന്നുള്ള മെഷീൻ ഉപയോഗിക്കുന്നു. ഇതേപോലെ 50 കിലോ 100 കിലോ അങ്ങനെയുള്ള വിപുലമായ രീതിയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് വേണ്ടി കണ്ടിന്യൂസ് റോസ്റ്ററും ഉപയോഗിക്കുന്നു. ബർഫി, പേട തുടങ്ങിയവയൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി കോയം മാവ് എന്ന ഉപകരണം നല്ലതാണ്. ഇനി സോസ്, ജാം, സിറപ്പ് എന്നിവയൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി കെറ്റിൽ വിത്ത് സ്റ്റീറർ മെഷീൻ ഉപയോഗിക്കുന്നു. സ്പൈസസ് ഒക്കെ റോസ്റ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ബാച്ച് റോസ്റ്ററുകൾ ലഭ്യമാണ്. വ്യവസായ അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇത് പ്രയോജനകരമാണ്. ഇതുപോലുള്ള 100 കണക്കിന് വിഭവങ്ങൾ ഇൻഡക്ഷൻ കുക്കറിൽ പാചകം ചെയ്യാൻ സാധിക്കും. ഗ്യാസ് ടു ഫയർ എഫിഷ്യൻസി 45%, എന്നാൽ ഇൻഡക്ഷൻ ടു ഫയർ എഫിഷ്യൻസി എന്ന് പറയുന്നത് 90%. അതായത് ഗ്യാസ് ഉപയോഗിക്കുന്നതിൻ്റെ പകുതി ചെലവിൽ ഇൻഡക്ഷൻ കുക്കറിൽ പാചകം ചെയ്യാമെന്നർത്ഥം. ഇനി സോളാർ കൂടെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സൗജന്യ പാചകമായിരിക്കും. ഇപ്പോൾ ലിഥിയം ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ള സോളാർ സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിൽ കറണ്ട് പോവുകയാണെങ്കിലും പാചകം ചെയ്യുന്നതിന് തടസ്സം ഉണ്ടാകുകയില്ല. കൂടാതെ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഓഫീസ് 25% സബ്സിഡി കൊടുക്കുന്നു. സോളാർ കൂടെ വെക്കുന്ന ആണെങ്കിൽ 23% ഇൻകം ടാക്സ് ഡെപ്രിസിയേഷൻ ലഭിക്കുന്നതാണ്. ലിഥിയം ബാറ്ററി വെച്ചിട്ട് ഈ രീതിയിൽ സോളാർ ചെയ്തിട്ട് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 5 വർഷം കൊണ്ട് മുടക്കുമുതൽ തിരികെ ലഭിക്കും. ഇനി ബാറ്ററി ഇല്ലാത്ത സോളാർ വെക്കുകയാണെങ്കിൽ 4 വർഷം കൊണ്ട് മുടക്കുമുതൽ തിരികെ ലഭിക്കും. ഇത് വെക്കുന്നതിന് വേണ്ടി 5 മുതൽ 9% വരെയുള്ള പലിശയിൽ ബാങ്ക് ലോണുകൾ ലഭ്യമാണ്. സോളാർ ടെക് കൺസൾട്ടൻസി ഇതിൻ്റെ ഡിസൈനിങ്ങും ബാങ്ക് ലോണും നടപ്പിലാക്കി കൊടുക്കുന്നു. ഇപ്പോൾ തന്നെ ഗ്യാസിൻ്റെ ക്ഷാമം അനുഭവപ്പെടുന്നു. എപ്പോൾ വേണമെങ്കിലും ഗ്യാസ് ക്ഷാമം വർദ്ധിക്കാം. അതുപോലെ തന്നെ വിലയും കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഇൻഡക്ഷൻ കുക്കറിലേക്ക് മാറുന്നത് പ്രയോജനകരമായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് കൺസൾട്ടൻസിയിൽ നിന്നാണ്. ഇത് സോളാറിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നു, അതുപോലെ കൺസൾട്ടൻസിയും കൊടുക്കുന്നു. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു.